വമ്പൻ പ്രതിരോധ ശക്തിയാകാൻ ഇന്ത്യ. $25 ബില്യൺ ഡിഫൻസ് പാക്കേജിന് അംഗീകാരം. റഷ്യയുമായുള്ള സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി 2018 ഓർഡർ ചെയ്ത 5 S-400 സംവിധാനങ്ങൾക്ക് പുറമെ 5 കൂടി പുതുതായിട്ട് വാങ്ങും. അതായത് ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന നൂതന മിസൈൽ S-400 എന്നുള്ള മിസൈൽ ഉണ്ടല്ലോ, അത് വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റാണ്. ഇതിന്റെ കമന്റ് സെക്ഷൻ എങ്ങനെയായിരിക്കും എനിക്ക് ഊഹിക്കാവുന്നുള്ളൂ. കുറെ പേര് പട്ടിണി മാറുമോ എന്നുള്ള രീതിയിൽ, പ്രിൻസ് എന്നുള്ള ഒരു വ്യക്തി പട്ടിണി മാറുമോ എന്നുള്ള രീതിയിൽ ഒരു സർക്കാസ്റ്റിക് രീതിയിലാണ് കമന്റ് ചെയ്തിരിക്കുന്നത്. പട്ടിണി മാറുമോ എന്നുള്ള ചോദ്യം. അപ്പോൾ പട്ടിണി മാറുമോ എന്ന ഡാഷ് കമന്റ് ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് അതാണ്. അത് കഴിഞ്ഞിട്ട് ഒരുത്തൻ ഈ പറഞ്ഞ പ്രിൻസ് എന്നുള്ള വ്യക്തിയെ മോശമായിട്ടുള്ള രീതിയിൽ ഈ ഹിന്ദു മതവിശ്വാസത്തെയും അല്ലെ ഹിന്ദു ദൈവങ്ങളെയും ഇതിനെയും വ്രണപ്പെടുത്തിക്കൊണ്ട് ഒരു കമന്റ് രേഖപ്പെടുത്തി. എല്ലാവരും ചോദിക്കുന്നത് മലപ്പുറം കറാച്ചി ബോയ്സ് അസ്വസ്ഥരാണ്. ഇതൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മോദി ഭരണത്തിൽ വന്ന സമയത്ത് ഫുൾ ടൈം ട്രിപ്പായിരുന്നു, ഇന്റർനാഷണൽ ട്രിപ്പായിരുന്നു. പുള്ളിക്കാരൻ ഇസ്രായേൽ, യൂറോപ്പ്, അമേരിക്ക എന്ന് പറഞ്ഞിട്ട് കാനഡ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരുടെയും ചുറ്റിക്കറങ്ങി വന്നു. അന്ന് എല്ലാവരും അദ്ദേഹത്തിനെ പരിഹസിച്ചു. അത് മാത്രമല്ല, ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റം ഒന്നുകൂടെ ദൃഢമാക്കാൻ വേണ്ടിയിട്ട് ഈ റഷ്യ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കൈകോർത്തുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, റഷ്യയുടെ കയ്യിൽ നിന്ന് അത്രയും പ്രഹരശേഷിയുള്ള ആയുധങ്ങളും ഈ പറഞ്ഞ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഇന്ത്യ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനെ പരിഹസിച്ചുകൊണ്ട് ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രതിപക്ഷത്തിലിരിക്കുന്ന കോൺഗ്രസ്സുകാരും ഇവിടുത്തെ മറ്റുള്ള കുറച്ച് പേരും കൂടെ എതിർത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനെ പരിഹസിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ട് BJP ഗവൺമെന്റിനെ അല്ലെങ്കിൽ പറഞ്ഞ മോദിയെ പരിഹസിക്കുന്നത് ഈ പറഞ്ഞ രീതിയിലാണ്. അതായത് ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ സാധനം റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് കഴിഞ്ഞാൽ പട്ടിണി മാറുമോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാർ ചോദിക്കുന്നത്. പാകിസ്ഥാൻ ഇന്ത്യയിൽ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ അത് നമ്മൾ കണ്ടതാണ്. ഈ S-400 ഒക്കെ പോലുള്ള അത്രയും പ്രഹരശേഷിയുള്ള റോക്കറ്റ് ലോഞ്ചറുകളും അല്ലെങ്കിൽ മിസൈലുകളും നമ്മൾ ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പട്ടിണി മാറോ ഇല്ലെന്ന് എനിക്കറിയില്ല. ബട്ട് എന്തിനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാഷ്ട്രം സുരക്ഷിതമായിരിക്കും എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ട്. ഈ S-400 എന്നുള്ളത് is a highly advanced Russian developed long range surface to air missile system, widely considered one of the most effective air defense system in the world, capable of detecting targets up to 600 meters away and engaging them within a 400 kilometer radius. It can target aircraft, drones and cruise ballistic missiles. അതായത് 600 കിലോമീറ്റർ അത്രയും ദൂരത്തിലുള്ള ഈ പറഞ്ഞ നമ്മുടെ ശത്രുക്കളുടെ എന്തിനേയും ഈ പറഞ്ഞ മിസൈൽസ്, മറ്റേ എയർക്രാഫ്റ്റ്, മറ്റുള്ള എന്തിനേയും ഡിറ്റക്ട് ചെയ്യാനും ഡ്രോണുകളൊക്കെ ഡിറ്റക്ട് ചെയ്യാനും 400 കിലോമീറ്റർ റേഞ്ചിൽ വെച്ചുകൊണ്ട് അതിനെ നിലം പരിശാക്കാനും കഴിവുള്ള ഒരു സംഗതിയാണ്. എന്തായാലും നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിന് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ആവശ്യമാണ്. അതിന് പട്ടിണി മാറുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ അപ്രസക്തമാണ്. നിങ്ങൾ ഈ പൊളിറ്റിക്സ് ഒക്കെ മറന്നുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ട കാര്യങ്ങളെ പറ്റി മാത്രം നിങ്ങൾ ചിന്തിക്കും. എല്ലാത്തിലെയും മതവും രാഷ്ട്രീയം തിരികെ കയറ്റല്ലേ.